ഹായ്, ഇന്ന് കോവയ്ക്ക് വെച്ച് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കിയാലോ. ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 250 ഗ്രാം കോവയ്ക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുവാണ്. ഇതുപോലെ ചെരിച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ തോരനൊക്കെ കഴിച്ച് മടുത്തവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കോവയ്ക്ക മുഴുവനായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ അതിൽ പിടിച്ച് വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി അല്പം തേങ്ങ ചിരവിയത് മിക്സിയിലൊന്ന് കറക്കി പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇത്ര ഐറ്റംസാണ് ഇതിന് വേണ്ടത്. അപ്പം കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കോവയ്ക്ക ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണേ. 10-15 ചെറിയുള്ളിയും 3-4-5 വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അതൊന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് അതിനിടയിൽ കോവയ്ക്ക വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്ത് കോരി മാറ്റുവാണ്. അങ്ങനെ കോവയ്ക്ക ഇതാ ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണ കരിഞ്ഞതല്ല കേട്ടോ, മുളക് പൊടി കോവയ്ക്ക വറുത്തെടുത്തുകൊണ്ടുള്ള ആ ഒരു കളറാണ്. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം തയ്യാറാക്കി വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ ചതച്ചത് അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വഴന്നു വന്നതിന് ശേഷം പൊടികളായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ഇത് അടിപൊളി കോവയ്ക്ക കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.